ആക്ടർ ബാല അമൃത സുരേഷിന്റെ പുതിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരുപാട് പേര് അമൃതയ്ക്കെതിരെ പൊങ്കാല ഇടുന്ന നെഗറ്റീവ് കമന്റ് കൊണ്ട് പൊങ്കാല ഇടുന്നത് കാണാൻ കഴിഞ്ഞു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 200-250 കോടി ആസ്തിയുള്ള ഒരു അച്ഛൻ, ഒരേ ഒരു മകളാണ് പാപ്പു എന്ന് പറയുന്നത്. 2024 വരെയും മകളെ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇമോഷണൽ വീഡിയോസ് മാത്രം ഇട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഡിവോഴ്സ് സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് മകളെ ഈ പറയുന്ന അമൃതയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. കാണാനുള്ള അനുമതി എല്ലാം കോടതിയാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ 15 ലക്ഷം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഒരു ആർത്തി പൂണ്ട ഒരു സ്ത്രീ ആണെങ്കിൽ മിനിമം ഒരു 5 കോടി രൂപയെങ്കിലും ഈ പറയുന്ന വാങ്ങിച്ചെടുക്കണ്ടേ കോമ്പൻസേഷൻ എന്നുള്ള നിലയിൽ. അതുപോലെ വാങ്ങിക്കാതെ മകളുടെ പേരിൽ ഈ ഒരു പൈസ മാത്രം വാങ്ങിച്ച ആ ഒരു സ്ത്രീക്ക് ഇത്രയും ആർത്തി ഉണ്ടെന്ന് പറയാൻ എങ്ങനെ തോന്നുന്നു എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ആർത്തി പൂണ്ട ഒരു സ്ത്രീ ആണെങ്കിൽ മിനിമം 1 കോടിയെങ്കിലും വന്ന് പറഞ്ഞു. അത് കോടതി പറഞ്ഞാൽ കൊടുത്തേ പറ്റുള്ളൂ. കാരണം കോടതിയാണ് അവസാന വാക്കെന്ന് പറയുന്നത്. ഇനി 2024 വരെയും കുഞ്ഞിന് വേണ്ടി കരഞ്ഞു വിളിച്ച, കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നതെന്ന് പറഞ്ഞ അച്ഛൻ 2022 ഈ പൈസ പിൻവലിച്ചെന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് അമൃത സുരേഷ് പറഞ്ഞല്ല, ബാങ്കുകാർ പറഞ്ഞൊരു കാര്യമാണ്. ഇനി അവരുടെ പേരിൽ കള്ള ഒപ്പിട്ട് ആ പേപ്പറിലെ ക്ലോസ് വരെ കുഞ്ഞ് മാത്രം എടുക്കേണ്ട പൈസ മറ്റാരോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാല പറയുന്നത് പോലെ ബാല അറിഞ്ഞിട്ടില്ലെങ്കിൽ ബാലയുടെ കൂടെ നിൽക്കുന്ന ആരോ ചതിച്ച പൈസ എടുത്തുന്നല്ലേ. അപ്പം അത് തെളിയിക്കേണ്ട ബാധ്യതയും ബാലയുടെ ഭാഗത്തു നിന്നാണുള്ളത്. മറ്റുള്ള കുട്ടികളെ അടുത്ത് നിർത്തി വീഡിയോ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പഠിപ്പിക്കുക ഡോക്ടറിനും മറ്റുമൊക്കെ. അപ്പം അത്രയൊക്കെ പൈസ അവർക്ക് വേണ്ടി ചിലവാക്കുന്ന സമയത്ത് വെറും 15 ലക്ഷം രൂപ മകൾക്ക് കൊടുത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയ്ക്ക് തന്നെയല്ലേ നാണക്കേട്. ഇനി കുഞ്ഞു വന്ന് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാതാവുന്നതാണോ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്?